الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا لا تأكلوا الربا أضعافا مضاعفة واتقوا الله لعلكم تفلحون ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസി വിശ്വാസിനികളെ, സൃഷ്ടികർത്താവും സർവ്വലോക നിയന്താവും സർവ്വ അനുഗ്രഹങ്ങളുടെയും ദാതാവുമായ അല്ലാഹുവിന്റെ വിധികളും വിലക്കുകളും യഥോചിതം പാലിച്ചു ജീവിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. അല്ലാഹു നമുക്കെല്ലാവർക്കും അവന്റെ ദീനിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് തഖ്വയിൽ മരണം വരെ മുന്നോട്ടു പോകാനും മരണാനന്തരം ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ചുകൂടാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കനത്ത ഈ ചൂടിൽ അല്പം വെയിലേറ്റാൽ ചൂട് ശക്തമാകുമ്പോൾ ഒരൽപ്പം വെള്ളം ലഭിക്കുന്ന സന്ദർഭം, അത് കുടിക്കുമ്പോൾ കിട്ടുന്ന ആശ്വാസം, അതെത്ര വലുതാണ്! അതനുഭവിച്ചവരാണ് നമ്മളെല്ലാവരും. എന്നാൽ അതിനേക്കാൾ വലിയ നിഅമത്താണ് അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ ദീനുൽ ഇസ്ലാം. ഇതിനെ പഠിച്ചും പകർത്തിയും വായിച്ചും എഴുതിയും പഠിച്ചും മുതാലയും മുറാജഅയും നടത്തിയും ഈ ദീനിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ചെന്നെത്തുകയും ഇതിന്റെ ആശയാദർശങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുമ്പോൾ നമുക്കെത്തിപ്പെടാനുള്ള എല്ലാ മേഖലകളിലും ആശ്വാസവും സമാധാനവും സ്വസ്ഥതയും സന്തോഷവും വിജയവും നമുക്ക് കൈവരിക്കാൻ സാധിക്കും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനെ വിളിക്കുകയുണ്ടായി. പള്ളി മിമ്പറിൽ വെച്ച് ഇസ്ലാമിക സാമ്പത്തിക നിയമനിർദ്ദേശങ്ങളെക്കുറിച്ചും ഇസ്ലാം പലിശയെ നിരോധിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം ഖുതുബ കേട്ട് അദ്ദേഹം വീട്ടിൽ ചെന്ന് ഭാര്യയോട് ഇക്കാര്യം സംസാരിച്ചു. അദ്ദേഹത്തിന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പലിശ, അത് ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാമെന്ന് രണ്ടുപേരും ചർച്ച ചെയ്ത് തീരുമാനിച്ച് ഏതാണ്ട് 7 അക്ക സംഖ്യ അവർ പലിശ ഇനത്തിൽ ഒഴിവാക്കിയെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതൊഴിവാക്കിയ ഉടനെ തന്നെ അദ്ദേഹം നിലവിലൊരു IT പ്രൊഫഷണലാണ്. ബാംഗ്ലൂരിൽ ജോലി ചെയ്യുന്ന അദ്ദേഹത്തിന് സൗദിയിലേക്കൊരു കമ്പനി അദ്ദേഹത്തെ വിളിപ്പിക്കുകയാണ്.
നിലവിൽ അദ്ദേഹത്തിന് കിട്ടിയ സാലറിയേക്കാളും ഇരട്ടി 8 ലക്ഷത്തിലധികം രൂപയാണ് അദ്ദേഹത്തിന് ആ കമ്പനി സാലറി നിശ്ചയിച്ചിട്ടുള്ളത്. ആ ജോലിയിൽ അദ്ദേഹം ജോയിൻ ചെയ്ത ആ വർഷം തന്നെ അദ്ദേഹത്തിന് ഹജ്ജ് നിർവഹിക്കാനും പറ്റി. ഭാര്യയ്ക്ക് അസുഖമായി നാട്ടിലേക്ക് വന്ന് കുറച്ചു കാലം നാട്ടിൽ നിന്നതിന്റെ പേരിൽ ആ കമ്പനിയിലെ ജോലി അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട് 1 മാസത്തിലധികം ജോലിയില്ലാതെ വിദേശത്ത് റൂമിൽ നിൽക്കേണ്ട അവസ്ഥയുണ്ടായി അദ്ദേഹത്തിന്. നാട്ടിലേക്ക് മടങ്ങാമെന്ന് വിചാരിച്ചു നിൽക്കുന്ന സമയത്താണ് മുമ്പ് ജോലി ചെയ്ത കമ്പനിയിൽ നിന്ന് വീണ്ടും അന്ന് അദ്ദേഹത്തിന് കൊടുത്ത സാലറിയേക്കാളും ഇരട്ടി ശമ്പളം ഓഫർ നൽകിക്കൊണ്ട് നാട്ടിലേക്ക് തന്നെ തിരിച്ചു വിളിക്കുന്നത്. സൗദിയിൽ അദ്ദേഹത്തിന് കിട്ടിയ ജോലി നിശ്ചയിച്ച കോൺട്രാക്റ്റിന് മുമ്പ് ആ കമ്പനി തന്നെ അദ്ദേഹത്തെ പിരിച്ചുവിട്ടത് കാരണത്താൽ നേരത്തെ ഒപ്പുവെച്ച കോൺട്രാക്റ്റിൽ പോളിസിയിൽ ഒരു നിയമമുണ്ടായിരുന്നു. നിശ്ചയിച്ച സമയത്തിന് മുമ്പ് കമ്പനി തന്നെ പിരിച്ചുവിടുകയാണെങ്കിൽ അദ്ദേഹത്തിന് കൊടുത്തതിന്റെ ഇരട്ടി കൊടുത്തിട്ട് വേണം അദ്ദേഹത്തെ പിരിച്ചുവിടാൻ എന്ന ഒരു നിയമം കൂടെ അതിൽ എഴുതി ചേർത്തതുകൊണ്ട് 1.5 മാസം ഓഫീസിൽ പോകാതെ റൂമിൽ നിന്നു എന്നത് അദ്ദേഹത്തിന് നഷ്ടമായില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ജീവിതത്തിൽ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നിഷിദ്ധമാക്കിയ ഒരു കാര്യത്തെ മാറ്റിവെച്ചപ്പോൾ ദുനിയാവിലുണ്ടായ സൗഭാഗ്യത്തെക്കുറിച്ചാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത്. ദുനിയാവിൽ മാത്രമല്ല ഖബറിലും പരലോകത്തും നമുക്ക് ലഭിക്കാനുള്ളത് മഹത്തായ നേട്ടങ്ങളാണെന്ന യാഥാർത്ഥ്യം സഹോദരന്മാരെ നമ്മൾ എത്ര പേർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്? അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഉണർത്തിയ ഒരു ഹദീസാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് ഓർമ്മ വന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നക ലൻ തദഅ ശൈഅൻ ലില്ലാഹി അസ്സ വജൽ ഇല്ലാ ബദ്ദലക അല്ലാഹു ബിഹി മാ ഹുവ ഖൈറൻ ലക മിൻഹു. താങ്കൾ അല്ലാഹുവിന് വേണ്ടി വല്ലതും ഉപേക്ഷിച്ചാൽ അതിനേക്കാൾ ഖൈറായത് പടച്ച റബ്ബ് താങ്കൾക്ക് തിരിച്ചു തരാതിരിക്കില്ല എന്നാണ്. ഒരു വേള ദുനിയാവിൽ നമുക്ക് തിരിച്ചു കിട്ടാതെ പോയാലും പരലോകത്ത് നമുക്കത് തിരിച്ചു കിട്ടും. ദുനിയാവിൽ കിട്ടുന്നതിന് വലിയ സന്തോഷത്തോടുകൂടെ ഒരു വിശ്വാസിയായ നമ്മൾ കാണുകയില്ല. കാരണം ദുനിയാവ് നീങ്ങിപ്പോകുന്നതാണ്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പട്ടിണിയിലും പരിവട്ടത്തിലും ജീവിച്ച വ്യക്തിയാണ്. ഫ്രം സീറോ ടു ഹീറോ എന്ന് പറയാൻ പറ്റിയ ഒരു വ്യക്തിയാണ് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ്. മക്കയിൽ നിന്നൊന്നുമില്ലാതെ മദീനയിലേക്ക് വന്ന അദ്ദേഹം തന്റെ കൂട്ടുകാരന്റെ കയ്യിൽ നിന്ന് അല്പം ചെറിയ സംഖ്യ കടം വാങ്ങി കച്ചവടം നടത്തി മദീന കണ്ട ഏറ്റവും വലിയ പണക്കാരനായപ്പോൾ അദ്ദേഹത്തിന് മുമ്പിൽ സൗകര്യങ്ങൾ നൽകപ്പെട്ട സന്ദർഭത്തിൽ അദ്ദേഹം കരയുകയാണ് ചെയ്തത്. കാരണം ഈ ദുനിയാവിൽ കിട്ടുന്ന നേട്ടങ്ങളല്ല ഒരു വിശ്വാസി ലക്ഷ്യം വെക്കുന്നത്, മറിച്ച് പാരത്രിക ലോകത്താണ്. പക്ഷെ ദുനിയാവിൽ നമ്മൾ ജീവിക്കുന്നതാണല്ലോ. അതുകൊണ്ട് ദുനിയായ അല്ലത്തി ഫീഹാ മആശി, ഞാൻ ജീവിച്ചിരിക്കുന്നതായ ഈ ദുനിയാവ് നീ എനിക്ക് നന്നാക്കി തരണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. ദീനിലേക്ക് നമ്മൾ തിരിച്ചു പോകുമ്പോൾ, ദീനിന്റെ നിയമനിർദ്ദേശങ്ങൾക്ക് നമ്മൾ ഗൗരവം കൊടുക്കുമ്പോൾ, ആ ദീനിന് നിരക്കാത്ത കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ അതിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു നടക്കുമ്പോൾ അതിലൂടെ ദുനിയാവിലും ഖബറിലും പരലോകത്തും നമുക്ക് ഖൈറും ബറക്കത്തും ലഭിക്കുമെന്നുള്ളതാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, വമൻ യത്തഖില്ലാഹ് യജ്അൽ ലഹു മഖ്റജ. ആരെങ്കിലും അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കാൻ തയ്യാറാണോ അവന് അല്ലാഹു ഒരു പോംവഴി കാണിച്ചു കൊടുക്കും. വയർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത വഴിയിലൂടെ പടച്ച റബ്ബ് അവന് മാർഗങ്ങൾ തുറന്നു കൊടുക്കുമെന്നാണ്. മൻ തറക്കൽ ലിബാസ് തവാദുഅൻ ലില്ലാഹ് വഹുവ യഖ്ദിറു അലൈഹി, ആർഭാടത്തിലും അതുപോലെ തന്നെ ഐശ്വര്യത്തിലും ജീവിക്കാനുള്ള അവസ്ഥയുണ്ടായിട്ടും പടച്ച റബ്ബിലുള്ള വിനയത്താൽ ഒരാൾ വിനയം കാണിക്കുന്നുവെങ്കിൽ ദഅഹു അല്ലാഹു യൗമൽ ഖിയാമത്തി അലാ റൂഇസിൽ ഖലായിഖ്, പരലോകത്തെ എല്ലാവരുടെയും മുകളിൽ അല്ലാഹു അദ്ദേഹത്തെ വിളിക്കും. ഹത്താ യുഖയ്യിറഹു മിൻ അയ്യി ഹുലലിൽ ഈമാനി ശാഅ യൽബസുഹാ, വിശ്വാസികൾക്ക് മുഅ്മിനീങ്ങൾക്ക് ധരിപ്പിക്കപ്പെടുന്ന പ്രത്യേകമായിട്ടുള്ള കിരീടം അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ധരിപ്പിക്കുമെന്നാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. പടച്ച റബ്ബിന്റെ മുമ്പിൽ വിനയം കാണിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ദുനിയാവിലുള്ള ആർഭാടങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ കിട്ടുന്ന പ്രതിഫലമാണ്. മൻ കളമ ഗൈള, ആരെങ്കിലും കോപത്തെ പിടിച്ചു നിർത്തിയാൽ, വഹുവ ഖാദിറുൻ അലാ അൻ യുൻഫിദഹു, അവന്റെ കോപം തീർക്കാൻ അവന് ശേഷിയുണ്ട്. കാരണം മുമ്പിലുള്ള ആള് ബലം കുറഞ്ഞ ആളാണ്, ശക്തി കുറഞ്ഞ ആളാണ്, സാമ്പത്തികമായോ രാഷ്ട്രീയമായോ ശാരീരികമായോ ശക്തിയില്ലാത്ത ആളാണ്. തന്റെ വികാരവും തന്റെ ദേഷ്യവും കോപവും എല്ലാം തീർക്കാൻ പറ്റിയ വ്യക്തിയാണ് അതിന്റെ മുമ്പിലുള്ളത്. പക്ഷേ അള്ളാഹ്ക്ക് വേണ്ടി ഒരാൾ തന്റെ കോപത്തെ പിടിച്ചു നിർത്തിയാൽ അല്ലാഹു തബാറക വ തആല അല റൂസിൽ ഖലായിഖ് ഹത്താ യുഖയ്യിറഹു മിൻ അയ്യിൽ ഹുരിശ, പരലോകത്തെ എല്ലാവരുടെയും മുമ്പ് അള്ളാഹു അദ്ദേഹത്തെ വിളിക്കും. എന്നിട്ട് സ്വർഗത്തിലെ അവനിഷ്ടപ്പെട്ട ഇണകളെ തെരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം അയാൾക്ക് കൊടുക്കുമെന്നാണ്. എന്താ ചെയ്തത് സഹോദരന്മാരെ? അള്ളാഹ്ക്കൊരു പ്രിഫറൻസ് കൊടുത്തു.
അള്ളാഹ്ക്ക് വേണ്ടി കോപത്തെ നിയന്ത്രിച്ചു, അള്ളാഹ്ക്ക് വേണ്ടി വിനയം കാണിച്ചു, അള്ളാഹ്ക്ക് വേണ്ടി ഇഷ്ടപ്പെട്ടതിനെ ത്യജിച്ചു, അള്ളാഹ്ക്ക് വേണ്ടി ശീലങ്ങളെ മാറ്റി നിർത്തി. അത് ജീവിതത്തിൽ ലഭിക്കുന്ന ബറക്കത്തുകൾ, ഖൈറാത്തുകൾ നമ്മുടെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്താണ്. നമുക്കറിയാം, വിശുദ്ധ ഖുർആൻ ധാരാളം ആയത്തുകളിലൂടെ നമ്മളെ പഠിപ്പിക്കുന്ന ചില സത്യങ്ങളുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം ദീനിന് വേണ്ടി സ്വന്തം നാട് വിട്ടു, വീട് വിട്ടു. പടച്ച റബ്ബ് അദ്ദേഹത്തിന് ഇസ്ഹാഖിനെ കൊടുത്തു. യാക്കൂബ് എന്നു പേരുള്ള ഒരു പേരക്കുട്ടിയെ നൽകി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബിയുടെ സന്താന പരമ്പരയിൽ ലോകത്തുടനീളമുള്ള പ്രവാചകന്മാരെ ആ പരമ്പരയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനിപ്പിച്ചു. പടച്ച റബ്ബ് അദ്ദേഹത്തിന് കൊടുത്ത മഹത്തായ തൗഫീഖാണത്. അള്ളാഹ്ക്ക് വേണ്ടി ഉപേക്ഷിച്ചപ്പോൾ ഇബ്രാഹിം നബിക്ക് അള്ളാഹു കൊടുത്തത്. മഹാനായ സുലൈമാൻ അലൈഹിസ്സലാത്തു വസ്സലാം ദീനിന് തടസ്സമായ തന്റെ വാഹനങ്ങളെ ഉപേക്ഷിച്ചപ്പോ സുലൈമാൻ നബിക്ക് അള്ളാഹു കാറ്റിനെ വാഹനമാക്കി കൊടുത്തു. മഹദി മറിയം അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് നീഡ്സ് ഉണ്ടായിരിക്കെ ഒരു ഇണയോടുള്ള ആ ഒരു താല്പര്യം ജനിക്കുന്ന ആ ഒരു പ്രായത്തിൽ സുന്ദരനും സുമുഖനുമായ ഒരു യുവാവ് തന്റെ മുന്നിൽ നിൽക്കുമ്പോ, നീ പടച്ച റബ്ബിനെ പേടിക്കുന്നവനാണെങ്കിൽ എന്നെ വിട്ടു പോകണമെന്ന ആ ഒരു ചാരിത്ര ശുദ്ധി കാത്തു സൂക്ഷിച്ചതുകൊണ്ട് അള്ളാഹു മറിയമിനെ ഉയർത്തി. മറിയമിലൂടെ ലോകത്തിന് വലിയ ഏറ്റവും വലിയ ദൃഷ്ടാന്തമായ ഈസാ നബി അള്ളാഹു ജനിപ്പിച്ചു എന്നുള്ളതാണ്. ഇതുപോലെ ധാരാളം സംഭവങ്ങൾ കാണാം. യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം കൊട്ടാര ജീവിതം നയിക്കുമ്പോൾ രാജാവിന്റെ പത്നി തന്നെ വശീകരിക്കാൻ ശ്രമിക്കുകയാണ്. സുന്ദരിയും സുമുഖിയുമായ അവർ അവരുടെ റൂമിലേക്ക് തന്നെ ക്ഷണിക്കുമ്പോൾ 100% നിർഭയത്വം ഉറപ്പാണ്. 25 പോസിറ്റീവായ അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നും പേടിക്കാതെ ആ പെണ്ണിന്റെ കൂടെ ശയ്യ പങ്കിടാൻ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക്. പക്ഷെ യൂസുഫ് നബി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, പടച്ച റബ്ബേ, എനിക്കിതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് ജയിലാണ്. എന്റെ ദീന് പാഴായി പോകുന്നതിനേക്കാൾ, അതിലൂടെ എനിക്കൊരു സുഖം കിട്ടുന്നതിനേക്കാൾ എനിക്ക് ജയിലാണ് ഏറ്റവും തൃപ്തി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ച് ജയിൽ നേടിയെടുത്ത യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ പടച്ച റബ്ബ് ഉയർത്തിയത് അധികാരത്തിലേക്കാണ്. അസ്ഹാബുൽ കഹ്ഫിന്റെ ചരിത്രം, അതുപോലെ തന്നെ ചരിത്രത്തിൽ ധാരാളം സംഭവങ്ങൾ. മക്കയിലെ സുഖലോലുപ ജീവിതം ഉപേക്ഷിച്ച് മദീനയിലേക്ക് സഹാബത്ത് പലായനം ചെയ്തപ്പോ അവർക്ക് നഷ്ടപ്പെട്ടത് എന്താണ്? കുടുംബം നഷ്ടപ്പെട്ടു, വീട് നഷ്ടപ്പെട്ടു, സമ്പാദ്യം നഷ്ടപ്പെട്ടു. പക്ഷെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന അൻസാരികൾ അവിടെ നെഞ്ച് പകുത്തു നൽകി, അവിടെ സമ്പത്ത് പകുത്തു നൽകി, അവരുടെ വീടുകൾ പകുത്തു നൽകി. അല്ലേ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നഷ്ടപ്പെട്ടു പോയ ഐശ്വര്യമെല്ലാം തിരിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ ഈ ദീനിന്റെ ഖൈറിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ, ഈ ദീനിന് വേണ്ടി നമ്മൾ പലതും ഉപേക്ഷിക്കുമ്പോൾ അതിലൂടെ കിട്ടുന്ന ഖൈറും ബറക്കത്തും ഇഹലോകത്തും നമുക്ക് ഇരുലോകത്തും നമുക്ക് വളരെ അനുകൂലവും സന്തോഷകരമായിരിക്കുമെന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതാണ്. ഇന്ന് നമ്മൾ കാണുന്നു പലിശയുടെ ദുരന്തങ്ങൾ. അല്ലേ, താൽക്കാലികമായിട്ട് തങ്ങളുടെ കാര്യങ്ങൾ മുന്നോട്ടു പോകാൻ എന്ത് ചെയ്യുമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോ ചില ആളുകൾ വേഗത്തിൽ വളരെ എളുപ്പത്തിൽ വീട്ടിലിരിക്കൂ ലോണെത്തിക്കും എന്ന് പറയുന്ന ഓഫറുകളിലേക്ക് ആളുകൾ പോവുകയാണ്. രണ്ടും മറന്ന് എല്ലാം ത്യജിച്ച് ഒരു വേള ഇതിലൂടെ തന്റെ കാര്യങ്ങളെല്ലാം നടക്കുമെന്ന് വിചാരിച്ച് അതിലൊപ്പുവെച്ച പലരും അവിടെ ദുഃഖകഥകളെ വർണ്ണിക്കുന്നത്, ഉന്നത പൊസിഷനിരിക്കുന്ന ആളുകളുടെ അനുഭവങ്ങൾ പോലും നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം എന്താണ്? എല്ലാം ക്ലോസ് ചെയ്യാൻ വിചാരിച്ചു. മുന്നോട്ട് പോകുമ്പോൾ പെട്ടെന്ന് ചില തടസ്സങ്ങൾ വന്നപ്പോ ഇതുവരെ അടച്ചതെല്ലാം വീണ്ടും അടക്കേണ്ടി വന്നു എന്നാണ് പലിശയിൽ കുടുങ്ങിയ ആളുകൾ പറയുന്നത്. ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയാത്ത ആ ഒരു കയത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ നേരത്തെ നമ്മളോട് കൃത്യമായി പറഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വദറൂ മാ ബഖിയ മിനർ റിബ ഇൻ കുൻതും മുഅ്മിനീൻ. നിങ്ങൾ മുഅ്മിനീങ്ങളാണോ? പലിശയെ നിങ്ങൾ ഉപേക്ഷിക്കണം. ഫഇല്ലം തഫഅലൂ ഫഅദനൂ ബിഹർബിൻ മിനല്ലാഹി വറസൂലിഹി. നിങ്ങൾ അതിന് തയ്യാറല്ലെങ്കിൽ അല്ലാഹുവിന്റെയും റസൂലിന്റെയും യുദ്ധം നിങ്ങൾക്കെതിരെ ഉണ്ടാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. അല്ലദീന യഅകുലൂന റിബ ലാ യഖൂമൂന ഇല്ലാ കമാ യഖൂമുല്ലദീ യതഖബ്ബതുഹു അശ്ശൈത്വാനു മിനൽ മസ്. പരലോകത്ത് പലിശ ഭുജിച്ച ഒരാൾ ജിന്നുബാധയേറ്റ് പിശാചുബാധയേറ്റ് മറിഞ്ഞു വീണവൻ എണീക്കുന്ന പോലെ ഭ്രാന്തനായിക്കൊണ്ടാണ് എണീക്കുക എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ സൂറത്ത് അൽ ബഖറയിൽ പറഞ്ഞു. നിരവധി ഹദീസുകളിൽ പലിശയെ നിരുത്സാഹപ്പെടുത്തി. പലിശയുമായി കഴിച്ചുകൂട്ടുന്ന ഒരാള് ഖബറിൽ രക്തപ്പുഴയിൽ നീന്തിക്കൊണ്ടിരിക്കുമെന്നും കരകയറാൻ കഴിയാത്ത വിധം കൂർത്ത കല്ലുകൾ കൊണ്ട് മലക്കുകളെ എറിയുകയും ആ കല്ലുകളുടെ അണ്ണാക്കിലൂടെ അന്നനാളങ്ങളെ മുഴുവൻ കീറി മുറിച്ച് ആമാശയങ്ങളെ മുറിപ്പെടുത്തി മലദ്വാരത്തെ പിളർത്തി പുറത്തേക്ക് പോകുമെന്നും അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആരാണവർ? പലിശയുമായി ബന്ധപ്പെട്ടവനാണ്. അത്രയും അധികം നിരുത്സാഹപ്പെടുത്തിയ ഒരു ഡോറ് യഥേഷ്ടം നമുക്ക് സുലഭമായി നമ്മുടെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കാൻ, 0 ഡൗൺ പേയ്മെന്റിൽ കാറിറക്കാം. ഇത് കേട്ടിട്ട് നഷ്ടമൊന്നുമില്ലല്ലോ എന്നും വിചാരിച്ച് അതിലേക്ക് ഇറങ്ങി പുറപ്പെട്ട ആളുകൾ അതിന്റെ തീരാക്കയത്തിലാണ്.
ലോണെടുത്തു, വീടെടുത്തു, വീട് വിറ്റു, ലോണടച്ചു എന്ന് പറയുന്ന പോലെ എത്രയോ ആളുകളുടെ വീടുകൾ ജപ്തിയിലാണ്, എത്രയോ ആളുകളുടെ ബിസിനസ്സുകൾ തകർന്ന് ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്. പിഞ്ചുമക്കളെപ്പോലും വിഷം കൊടുത്തവർ കൊന്നിരിക്കുകയാണ്. എന്തേ? വിളിക്കുമ്പോ കേട്ട ആ സൗമ്യതയോ ആ ഒരു ബഹുമാനമോ ആ ഒരു സാർവിളികളോ ഒന്നും ഇത്തരം ലോണിന് വേണ്ടി ഒപ്പുവെച്ചതിന് ശേഷം പിന്നെ കാണുകയില്ല. കാരണം നമ്മെ സുഖിപ്പിക്കാനും നമ്മെ സന്തോഷിപ്പിക്കാനുമല്ല ഇവരൊന്നും ഇതുമായിട്ട് ഇറങ്ങിത്തിരിക്കുന്നത് എന്ന തിരിച്ചറിവുണ്ടാകണം. അവർക്കവരുടെ ബിസിനസ്സുകളും ഏർപ്പാടുകളും സംഗതികളും ഒക്കെ വിജയകരമായി നടക്കണം. അതിന് പലതരത്തിലുള്ള തന്ത്രങ്ങൾ മെനഞ്ഞ് പലിശയെ പട്ടിയിൽ പൊതിഞ്ഞ് പല പേരുകളും വെച്ച് നമ്മളെ കൊണ്ടതെല്ലാം വാങ്ങിച്ച് പിന്നീട് അതിന്റെ ആ ഒരു ഊരാക്കുടുക്കിൽ കുടുങ്ങി ജീവിതം കഴിച്ചു കൂട്ടുന്ന അവസ്ഥയിലേക്ക് നമ്മൾ പോകും. ആളുകൾ എല്ലാവരും പറയുന്നു വരവിനൊത്ത ചെലവല്ല, ചെലവ് വളരെ കൂടുതലാണ്, സാധന സാമഗ്രികൾക്ക് വില വർദ്ധിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോ അതിനു പുറമേ ഒരു കടമും ഒരു പലിശയും കൂടെ ഉണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ആലോചിച്ചാൽ മതി. നമ്മൾ ജീവിക്കുന്നവരാണ്, ജീവിക്കാനുള്ള ചെലവും വേണം. ഇത്തരം അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ പോയി തലയിട്ടതുകൊണ്ട് അത് അടക്കാനുള്ള പണവും വേണം. അതിന്റെ പേരിൽ അവിടെ നിന്നും ഇവിടെ നിന്നും കടം വാങ്ങിയിട്ട് ആളുകളെ കൊണ്ട് വെറുപ്പിച്ചിട്ട് പിന്നീട് ജീവിതം തന്നെ നശിപ്പിച്ചു കളയുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകാതിരിക്കാനുള്ള എല്ലാ മുന്നറിയിപ്പും അല്ലാഹുവിന്റെ ഗ്രന്ഥം അനുഗ്രഹമായ ഈ ദീനുൽ ഇസ്ലാം നമുക്ക് തന്നിട്ടുണ്ട്. യംഹഖുല്ലാഹു റിബാ വയുർബിസ് സദഖാത്ത്. പലിശയിൽ ബർക്കത്തില്ല എന്ന് ഖുർആൻ പറഞ്ഞു. പലിശ അല്ലാഹു നിർവീര്യമാക്കിയിരിക്കുന്നു. എല്ലാ ബർക്കത്തും അതോടുകൂടെ തകരുകയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നതോടുകൂടെ തന്നെ നമ്മുടെ സമാധാനം, നമ്മുടെ സ്വസ്ഥതയും നഷ്ടപ്പെട്ടു പോവുക, നമ്മുടെ കച്ചവടത്തിലെ ബർക്കത്ത് ഇല്ലാണ്ടാവുക, കിട്ടുന്ന വരുമാനം തികയാണ്ട് വരിക, അല്ലറ ചില്ലറ കാര്യങ്ങൾ പോലും നടത്താനുള്ള വകയില്ലാതെ എന്നാ പണക്കാരനാണ് എന്ന ആ ഒരു പ്രശസ്തി നാട് നീളെ പ്രചരിച്ചതുകൊണ്ട് കടവും കള്ളിയും വാങ്ങി ആ സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ വേണ്ടി പെടാപാടുപെടുന്ന കുറെ പണക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. അവരിവിടുത്തെ ഫക്കീറുകളെക്കാളും വലിയ ഫക്കീറാണെന്ന കാര്യം അവർക്കും അവരുടെ സ്ഥാപനങ്ങൾ നോക്കി നടത്തുന്ന അക്കൗണ്ടന്റുമാർക്കും മാത്രമേ അറിയുള്ളൂ. അള്ളാഹു വളരെ നേരത്തെ പറഞ്ഞതാണ് പലിശ അള്ളാഹു നിർവീര്യമാക്കിയിട്ടുണ്ട്. അതിലൊരു ഖൈറുമില്ല, അതിലൊരു ഖൈറുമില്ല. നിങ്ങൾക്ക് അള്ളാഹു അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ, കച്ചവടത്തെ നിങ്ങൾക്ക് ഹലാലാക്കി. കച്ചവടം ബർക്കത്തുള്ളതാണ്. ഹലാലായ നിലക്ക് കച്ചവടം നടത്തിയാൽ അതിൽ വിജയമുണ്ടാകും, ബർക്കത്തുണ്ടാവും. കഴിഞ്ഞ ദിവസം എന്നോട് സഹോദരൻ പറഞ്ഞു ഞങ്ങളൊരു കച്ചവടം തുടങ്ങാൻ പോവാണ്. ഞാൻ പറഞ്ഞു ഒറ്റ കാര്യം മാത്രം നിങ്ങൾ തീരുമാനിക്കണം. എന്താണ്? ഹറാമായ ഒരു കാര്യവും ഈ കച്ചവടത്തിലേക്ക് ഞങ്ങൾ ചേർക്കുകയില്ല. നിർബന്ധ സാഹചര്യങ്ങൾ വന്നേക്കാം, ഫിനാൻഷ്യൽ ക്രൈസിസുകൾ വന്നേക്കാം, പക്ഷേ ഹറാമായ ഒരു വഴിയിലേക്കും പോകില്ലെന്ന് 100% നിങ്ങൾ ഉറപ്പിച്ചോ, വിജയം. അത് വിജയത്തിന്റെ സീക്രട്ടാണ്. പടച്ചറബിന്റെ നിയമം കച്ചവടത്തിൽ പാലിച്ചോ അവന്റെ കച്ചവടത്തിൽ ബർക്കത്തുണ്ടാകുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, പലിശ വെടിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ആശ്വാസം വളരെ വലുതാണ്. കാരണം പലിശ വൻ പാപമാണ്. സബ്ഉൽ മൂബിഖാത്തിൽ എണ്ണിയതാണ് പലിശ. അക്ലുർ റിബാ, വൻ പാപങ്ങളിൽപ്പെട്ട, തൗബയില്ലാതെ പടച്ചറബ് പുറത്തു തരാത്ത പാപമാണ് വൻ പാപങ്ങൾ എന്ന് പറയുന്നത്. തൗബ നിർബന്ധമാണ്. അതിന്റെ ഇടപാടുകൾ തീർത്ത് അതിൽ നിന്ന് മുക്തിയെ നേടി ഒരാള് രക്ഷപ്പെടുക എന്നുള്ളത് ഏറ്റവും വളരെ വേഗതയിൽ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിസ്കരിക്കുണ്ടാവും, നോമ്പൊലിക്കുണ്ടാവും, എല്ലാം ചെയ്യുണ്ടാവും. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകണമെങ്കിൽ പ്രശ്നമാണ്. നാട്ടിലെ മാന്യനായ ഒരാളെക്കുറിച്ച് എന്നോട് നോമ്പ് കാലത്തൊരാൾ ചോദിച്ചു, കിട്ടാനുള്ള കടത്തിന് സക്കാത്ത് കൊടുക്കണോ? ഞാനതിന്റെ വിധി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തു. അപ്പൊ അദ്ദേഹം അതിനു മുമ്പ് പള്ളിയിൽ നിന്നിറങ്ങിയ നാട്ടിലെ ഏറ്റവും മാന്യനായ ലീഡറാണ് അദ്ദേഹം. അദ്ദേഹം എനിക്ക് 2 ലക്ഷം കടം തരാനുണ്ടായിട്ട് കൊല്ലങ്ങളായി എന്ന് അദ്ദേഹം പറയുന്നത്. നാട്ടുകാർക്കും അറിയില്ല. മാന്യതയുടെ മുഖം മൂടി ചമഞ്ഞ് നടക്കുന്ന കുറെ ആളുകളുടെ അവസ്ഥ ഇതാണ് സഹോദരന്മാരെ. അതുകൊണ്ട് ഇത്തരം കെട്ടുകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ശാപമുണ്ടെന്ന് പറഞ്ഞ ആൾക്കാരാണ് അവർ. ലഅന അല്ലാഹു ആകിലുർ റിബ വമുകിലഹു വകതിബഹു വശാഹിദൈ ഹും യഅലമൂൻ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അള്ളാഹു പലിശയെ ശപിച്ചു. പലിശയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഇടപാടുകളും തിന്ന, തീറ്റിക്കുന്ന, എഴുതുന്ന, സാക്ഷി നിർത്തുന്ന എല്ലാവരെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ തബഅയ്തും ബിൽഈന, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പലിശ സംബന്ധമായിട്ടുള്ള ഇടപാടുകളിൽ ആരെങ്കിലും ഒഴുകുന്നെങ്കിൽ അള്ളാഹു നിന്ദ്യത അവർക്ക് നേരെ ഇറക്കുമെന്നാണ്. 36 തവണ വ്യഭിചരിക്കുന്നതിനേക്കാൾ ഗുരുതരമാണ് പലിശ. ദിർഹം റിബൻ യഅകുലുഹു റജുൽ. ഒരു ദിർഹം, കുറയൊന്നുമല്ല, ലക്ഷങ്ങളൊന്നുമില്ല, ഒരു ദിർഹം അത് എത്ര റുപ്യാണെന്നുള്ളത് കണക്കൂട്ടാൻ പറ്റുന്നത് അല്ലേ? ഒരു ദിർഹം രൂപ ഒരാൾ പലിശയായിട്ട് തിന്നുന്നുവെങ്കിൽ അശദ്ദു മിൻ 36 സനിയ, 36 തവണ വ്യഭിചരിക്കുന്നതിനേക്കാൾ അശദ്ദാണ് പടച്ചോന്റെ അടുത്ത് ഒരു ദിർഹം പലിശ തിന്നുന്നത്.
അപ്പൊ ഈ പിഞ്ചു മക്കൾക്കൊക്കെ തിന്നാൻ കൊടുക്കണം എന്താ? അവർ കിടന്നുറങ്ങുന്ന ബെഡ് എന്താ? അവര് താമസിക്കുന്ന വീടെന്താ? അവരെ കൂട്ടിയിട്ട് നമ്മൾ യാത്ര ചെയ്യുന്ന കാർ എന്താ? അല്ലെ, വരുമാന മാർഗമായിട്ട് നമ്മൾ നടത്തുന്ന കച്ചവടവും മറ്റ് ഏർപ്പാടുകളും എന്താ? നമ്മൾ ഉപയോഗിക്കുന്ന ഡിവൈസസ്, നമ്മുടെ ഫോണുകൾ, ലാപ്ടോപ്പുകൾ, മറ്റു സംഗതികൾ, ഇതൊക്കെ എങ്ങനെ എടുത്തതാ? ചിന്തിക്കേണ്ടതാണ്. അടവില്ലാതെ നമുക്ക് എടുക്കാൻ പറ്റുമോ? നമുക്കല്ല വകുപ്പില്ലല്ലോ, വകുപ്പിനെങ്കിൽ എടുക്കണ്ട. വകുപ്പ് ഉണ്ടാകുന്ന കാലത്ത് എടുത്താൽ മതി. ഇനി പലിശരഹിതമായിട്ടുള്ള വല്ല മാർഗങ്ങളിലൂടെ നമുക്ക് കിട്ടുമോ നോക്കണം. അല്ലേ, നമുക്കൊക്കെ ആര് തരാനാണ് കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചത്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, അള്ളാഹു നിഷിദ്ധമാക്കിയ പലിശയും ഹറാമും വേണ്ടെന്ന് നിങ്ങൾക്ക് വാശിയുണ്ടെങ്കിൽ പടച്ചോ നിങ്ങളുടെ മുമ്പിൽ ഖൈറിന്റെ ബർക്കത്തിന്റെ ഡോറുകൾ തുറന്നു വെച്ചു. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ ചോദിച്ചാൽ? ഈമാൻ എന്ന് പറയുന്ന കാര്യം വെറുതെ അല്ല, പടച്ചോന് ഉറച്ച വിശ്വാസം ഉണ്ടാവണം സഹോദരന്മാരെ. അള്ളാന്റെ കലാമാണ്. അള്ളാന്റെ കലാമിനെതിരെ സംസാരിക്കാൻ ആർക്കവിടെ പറ്റുക? പടച്ച റബ്ബിനെ സൂക്ഷിച്ചാൽ അവൻ അള്ള ഒരു പോംവഴി കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞാൽ അതിൽ വിശ്വാസം വേണം. പിന്നെ പേരുകൊണ്ടും നാമം കൊണ്ടും തറവാട് കൊണ്ടും മാത്രമല്ല, ഈമാൻ എന്ന് പറഞ്ഞ നെഞ്ചകത്തിലേക്ക് ആഴ്ന്നിറങ്ങേണ്ട സാധനമാണ്. ഇവിടെ നിയമം മാറുമ്പോൾ പേടിക്കേണ്ടവരല്ല നമ്മൾ. ജീവിതത്തിൽ പ്രതിസന്ധി വരുമ്പോഴേക്ക് തളർന്നു പോകേണ്ടവരല്ല നമ്മൾ. ഒരു കയറോ ഒരു തുള്ളി വിഷമോ ഒരു മുഅ്മിനായ മനുഷ്യന് ആവശ്യമില്ലാത്ത വിധം അവന്റെ മനസ്സിന് കരുത്ത് പകരുന്ന ഈമാനിന്റെ ഉടമകളാണ് നമ്മൾ. ആ ഈമാൻ ഉള്ളിടത്തോളം കാലം നമുക്ക് പ്രതീക്ഷയാണ്. അള്ളാഹിനെ കുറിച്ച് നല്ലത് പ്രതീക്ഷിക്കണം. അതൊക്കെ അത് കാര്യം ആര് തരാനാ? എത്ത് പടച്ചോൻ. ഇങ്ങനെയൊക്കെ വിചാരിക്കണോ? ഒന്നും കിട്ടൂല. ഹൃദയത്തിനകത്ത് പടച്ചോനെ കുറിച്ചുള്ള വിശ്വാസം എന്താണ്? വിചാരം എന്താണ്? ഹുസ്നുൽ വന്നുണ്ടോ നിനക്ക്? എന്റെ റബ്ബി എന്റെ കാര്യങ്ങളെല്ലാം തീർപ്പാക്കി തരുമെന്ന ഹുസ്നുൽ വന്നുണ്ടോ? അള്ളാഹ് നിനക്ക് മതിയായവനാണ്. അലൈഹിസ്സലാഹു ബികാഫിൻ അബ്ദാർ എന്ന അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഒരു മുഅ്മിനായ മനുഷ്യന് പടച്ച റബ്ബ് മതിയായവനാണെന്ന്. നമുക്ക് എന്താ ധൈര്യം? നമ്മളെ മക്കള്, നമ്മുടെ കച്ചവടം, നമ്മുടെ ആരോഗ്യം, അല്ലെ, നമ്മുടെ രാജ്യത്തെ നിയമം, സുഹൃത്തുക്കൾ, ഇതിനേക്കാൾ പവർഫുൾ അല്ലേ പടച്ച റബ്ബ്? ഇതിനേക്കാൾ കരുത്തുള്ളവനല്ലേ പടച്ച റബ്ബ്? ഇന്നല്ലാഹ ലഗനിയ്യുൻ അനിൽ ആലമീൻ. ലോകരിൽ നിന്ന് അള്ളാഹു ഗനിയ. അള്ളാഹ് ഒരുത്തനെയും ആശ്രയിക്കേണ്ട ആവശ്യമില്ല, ഒരുത്തന്നെയും സഹായത്തിന്റെ ആവശ്യമില്ല. ഒരു തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബലഹീനത പടച്ച റബ്ബിനില്ല. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്, ഒരു കുറവുകളുമില്ലാത്തവനാണ് പടച്ച റബ്ബ്. അതുകൊണ്ട് പടച്ച റബ്ബ് മഹാപരിശുദ്ധനാണ്. അൽഹംദുലില്ലാഹ്. എന്താ അൽഹംദുലില്ലാഹ്? എല്ലാ കഴിവുകളും ഒത്തിണങ്ങിയവനാണ് പടച്ച റബ്ബ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും എല്ലാ കഴിവും ഒത്തിണങ്ങിയ പടച്ച റബ്ബിനാണ്. എല്ലാ തരത്തിലുള്ള പരിശുദ്ധിയും ഒരു ന്യൂനതകളുമില്ലാത്ത പടച്ച റബ്ബിനാണ്. അതുകൊണ്ട് ആ പ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവൻ അല്ല മതി. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അതുകൊണ്ട് പലിശയുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ വ്യഭിചാരത്തെക്കാൾ കഠിനമാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസ് എന്താ അറിയോ? അർറിബാ 72 ബാബ. 72 73ലധികം ബാബുണ്ട് പലിശക്ക്. അതിലേറ്റവും നിസാരമായത് കേട്ടോ, ഏറ്റവും നിസാരമായത് ഇതിയാനി റജുലി ഉമ്മഹു, ഒരുത്തൻ സ്വന്തം ഉമ്മയെ ലൈംഗികമായി പ്രാപിക്കണം. ബാങ്ക് മാനേജർ നമ്മളോട് പറയുന്നു, ഉമ്മയുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് തിരിച്ചു വരൂ, നിങ്ങൾക്ക് ഞാൻ ലോൺ പാസ്സാക്കി തരാമെന്ന് പറഞ്ഞാൽ തയ്യാറാകുമോ ഇവിടെ ഇരിക്കുന്ന ആളുകൾ? എന്നാൽ ആ പേപ്പറിൽ ഒപ്പുവെക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഒരു സ്വന്തം മാതാവിനെ വ്യഭിചരിക്കാൻ തയ്യാറാണ് എന്നതാണ് ആ ഒപ്പുവെക്കലിന്റെ അടിസ്ഥാനം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നമ്മൾ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. അടവ് തെറ്റിയാലല്ലേ പ്രശ്നമുള്ളൂ, തെറ്റിക്കാതെ അടച്ചു പോകാം എന്ന് തീരുമാനിക്കുന്ന ചില ആൾക്കാരുണ്ട്. അടവ് തെറ്റിയാൽ പലിശ അടക്കേണ്ടി വരും എന്ന പോളിസിയെയാണ് ഓക്കെ എന്ന് പറഞ്ഞ് നമ്മൾ സൈൻ ചെയ്യുന്നത്. അത് അംഗീകരിക്കലാണ്. അങ്ങനെ പോലും നമുക്ക് അംഗീകരിക്കാൻ പാടില്ലാത്ത കാര്യമാണ് പലിശ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവസാന കാലമാകുമ്പോൾ ഈ പലിശയുടെ ചെറിയ അംശമെങ്കിലും, ഒരു പൊടിയെങ്കിലും ബാധിക്കാത്ത ആൾക്കാരുണ്ടാവില്ല. അതുകൊണ്ട് ലൈഫിൽ ഇവിടെയും ഖബറിലും പരലോകത്ത് വിജയിക്കണോ? യാ അയ്യുഹല്ലദീന ആമനൂ ലാ തഅകുലു റിബാ അദ്ആഫൻ മുദാഅഫ വത്തഖുല്ലാഹ ലഅല്ലകും തുഫ്ലിഹൂൻ. വിശ്വാസികളെ, നിങ്ങൾ പലിശയിലേക്ക് പോകരുത്. അതുകൊണ്ട് 100% ഉറപ്പിക്കും. എന്ത് പേരൊന്നും നോക്കണം. അതിപ്പോ എല്ലാത്തിനും പേരാ. വ്യഭിചാരത്തിന് പേര്, അല്ലെ, മദ്യത്തിന് ഡിഫറന്റ് പേര്, ലഹരികൾക്ക് വ്യത്യസ്ത പേര്, പലിശകൾക്ക് വ്യത്യസ്ത പേര്. ആ കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലെ. തോന്നിവാസങ്ങൾ ഒരു പ്രൊഫഷനായി സ്വീകരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ എല്ലാവരും ഉള്ളത്. ലയഅതി അലന്നാസി സമാൻ ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു അമിനൽ ഹലാൽ അമിനൽ ഹറാം. ഹറാമും ഹലാലും നോക്കാതെ ആളുകൾ പണം സമ്പാദിക്കുന്ന കാലം വരുന്നു. ഒരു സെക്സ് വർക്ക് ചെയ്യുന്ന ഒരു പുരുഷൻ, അയാളോട് ഇന്റർവ്യൂ നടത്തുന്ന ആൾ ചോദിക്കുക, നിങ്ങൾ എത്ര പൈസ സമ്പാദിക്കും? പ്രതിമാസം 2 ലക്ഷമെങ്കിലും സമ്പാദിക്കും. അത് അടുത്ത ചോദ്യം, ആർ യു ഹാപ്പി? അല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഞാൻ ഹാപ്പി അല്ല, ഈ ജോലി എനിക്ക് ഉപേക്ഷിക്കണം.
ഈ ജോലി എനിക്ക് ഉപേക്ഷിക്കണം, എന്റെ ജീവിതത്തിൽ ദുരവസ്ഥയും ദുരനുഭവവും കാരണമാണ് ഞാൻ ഇത്തരം ഒരു ജോലിയിലേക്ക് എത്തിപ്പെട്ടത്, എന്റെ ബിസിനസ്സുകൾ ശരിയായി വന്നാൽ എനിക്ക് ഈ ജോലി ഉപേക്ഷിക്കണമെന്ന് പറയുമ്പോൾ എന്തിന് 2 ലക്ഷം പ്രതിമാസം ശമ്പളമുള്ള ഒരുത്തന് എന്തിനാണ് ഈ ജോലി ഉപേക്ഷിക്കേണ്ടത്? അതാണ് സുഹൃത്തുക്കളെ, ഹറാമായിട്ട് കോടികൾ ഉണ്ടാക്കിയിട്ടും കാര്യമില്ല, അതിൽ ജീവിതമില്ല. ജീവിതമുള്ളത് ഈ ദീനിലാണ്. ഇസ്തജീബു ലില്ലാഹി വലിർറസൂൽ ഇദാ ദഅാകും ലിമാ യുഹ്യീകും. നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിലേക്കാണ് പടച്ചറബ് നിങ്ങളെ വിളിക്കുന്നത്. അതുകൊണ്ട് ഈ ദീനിന്റെ ഖൈറും ബറക്കത്തും നമുക്ക് ലഭിക്കാൻ പടച്ചറബ് സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ജീവിതത്തിലെ ഹറാമായ മുഴുവൻ കാര്യങ്ങളും ത്യജിക്കുക. പടച്ചറബ് ഖൈറും ബറക്കത്തും നമ്മിലേക്ക് വർഷിപ്പിക്കുമെന്ന ചരിത്രങ്ങളാണ്, അനുഭവങ്ങളാണ്, ആയത്തുകളാണ്, ഹദീസുകളാണ് നാം കേട്ടത്. ഇതൊന്നും വെറും ഒരു ഒച്ചയല്ല, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് കൈമാറുന്ന ദീനാണ് സഹോദരന്മാർ. വെറുതെ കേട്ടങ്ങനെ പോയാൽ ഈ ജുമഅന്റെ നിർബന്ധ ബാധ്യത തീരുമല്ലോ എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരവസ്ഥയിൽ നിന്ന് നമ്മൾ മാറണം. മനസ്സിലായി? 1990 ജീവിച്ച ആൾക്കാർ ഇവിടെ ഉണ്ടാവും, 19-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആൾക്കാർ ഇവിടെ ഇല്ല അല്ലെ, ഓരൊക്കെ മരിച്ചുപോയി. നൂറ്റാണ്ടുകൾ മാറി മറിയുമ്പോൾ നമ്മളൊക്കെ ഖബറിലേക്ക് എത്തും. പിന്നെന്താ നമുക്കുള്ളത്? ഈ ജീവിച്ച കാലത്ത് നമ്മൾ ചെയ്ത ദീനേ ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ശബ്ദിക്കുന്നു എന്നൊന്നും ആരും വിചാരിക്കരുത്. ഇത് ദീനാണ്. പഠിച്ചു മനസ്സിലാക്കി എവിടെയാണോ മാറ്റം ആവശ്യമുള്ളത് അവിടെ മാറ്റം വരുത്താൻ നമ്മൾ തയ്യാറാവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. ഖുതുബ കഴിഞ്ഞാൽ പുറത്തിറങ്ങുമ്പോൾ കാറുമായി വന്നവർക്കുള്ള ആദ്യത്തെ പണി ഗ്ലാസെല്ലാം താത്തിയിട്ട് കുറച്ചുനേരം കാർ തണുപ്പിക്കാമല്ല. അരമണിക്കൂർ 3/4 മണിക്കൂർ സൂര്യന്റെ ചൂട് ഏറ്റ കാറിൽ, അതുപോലെ ഗ്ലാസ് പോലും താഴ്ത്താതെ AC പോലും ഇടാതെ ഒന്നിരിക്കാനുള്ള കെൽപ്പ് പോലും ഇല്ലാത്ത നമ്മൾ എങ്ങനെയായിരിക്കും നാളെ പരലോകത്ത് നിൽക്കുക എന്നുള്ള കാര്യം ആലോചിക്കേണ്ടതാണ്. അതിനേക്കാൾ കഠിനമായ നരകം എങ്ങനെയായിരിക്കും സഹിക്കുക എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് നമ്മുടേതായ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ കൂടെ നമ്മുടെ കൂട്ടുകാരുണ്ട്. നമുക്കൊരുപാട് സൗകര്യങ്ങളും സന്തോഷങ്ങളും താൽക്കാലികമായിട്ടുള്ള സുഖങ്ങളുമൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ദുനിയാവിൽ നമ്മൾ ജീവിച്ചതിനേക്കാൾ കാലം ഖബറിൽ കഴിയണം, അതിനേക്കാൾ കാലം പരലോകത്ത് കഴിയണം. ലാബിസീന ഫീഹ അഹ്ഖാബ, യുഗങ്ങളോളം നരകത്തിൽ കഴിയേണ്ടി വരുന്നാണ് ഖുർആൻ പറഞ്ഞത്. ഒരു യുഗം എന്ന് പറഞ്ഞാൽ 80 കൊല്ലാണ് അത്ര. ആ 80 കൊല്ലത്തിൽ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 50,000 കൊല്ലാണ്. അങ്ങനെയെങ്കിൽ കുറെ യുഗങ്ങൾ എന്ന് പറയുമ്പോൾ എത്ര കാലമായിരിക്കും? ഇത് നമുക്ക് അനുഭവിക്കാനുള്ളത്. ഇല്ലായ്മയിൽ നിന്ന് നമ്മളിവിടെ വന്നു, ഇനി നമ്മൾ ജീവിക്കുന്നു, ഇനി നമ്മൾ മരിക്കും. മരിച്ചാൽ നമ്മളെ ഖബറടക്കും, അവിടെ അവസാനിക്കുന്നില്ല. സുമ്മ ഇദാ ശാഅ അൻശറ, പിന്നെ നമ്മൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ചൂട് കഠിനമാകുമ്പോൾ ഉള്ളിലുണ്ടാകേണ്ട ചിന്ത പരലോകത്തെക്കുറിച്ചും നരകത്തെക്കുറിച്ചുമാണ്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഫൈഹി ജഹന്നം. അല്ലാഹുവേ, നരകത്തിന്റെ തീക്കാറ്റിൽ നിന്ന് ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. സലഫുകൾ പ്രാർത്ഥിച്ചിരുന്നു. ഭൂമിയിൽ ചൂട് കൂടുന്നത് എപ്പോഴാണ്? നരകം ആളിക്കത്തും. നരകം അല്ലാഹുവിനോട് പറയും, അല്ലാഹുവേ, എനിക്കൊന്ന് ശ്വാസം വിടാൻ നീ പെർമിഷൻ തരണം. അല്ലാഹ് 2 ശ്വാസം വിടാൻ നരകത്തിന് പെർമിഷൻ കൊടുക്കും. ആ സമയത്താണ് ഭൂമിയിൽ നിങ്ങൾ ഏറ്റവും അധികം ചൂട് അനുഭവിക്കുന്നത് എന്നതാണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും രാവും പകലും യാതൊരുവിധ മാറ്റവുമില്ലാതെ കൃത്യമായി നീങ്ങുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ, പടച്ചറബിന്റെ നിയന്ത്രണത്തിലാണത്. അതിനെയെല്ലാം അധീനപ്പെടുത്തിയ പടച്ചറബ് ഒരു സ്വർഗവും ഒരു നരകവും ഉണ്ടെന്ന് പറയുമ്പോൾ ലവലേശം പോലും നമ്മൾ സംശയിക്കേണ്ടതില്ല. അതുകൊണ്ട് പടച്ചറബിലേക്കൊരു മടക്കമുണ്ടെന്ന് തികഞ്ഞ ബോധ്യം നമുക്കുണ്ടാകണം. ജീവിക്കുന്നത് ഹലാലിലൂടെയായിരിക്കണം. പരിശുദ്ധ റമദാനിൽ നാം കാത്തു സൂക്ഷിച്ച എല്ലാ വിശുദ്ധിയും കാത്തു സൂക്ഷിക്കാൻ നമുക്ക് പറ്റണം. റമദാൻ കഴിഞ്ഞൊരാഴ്ച പിന്നിടുന്നു. കഴിഞ്ഞ ജുമുഅ ദിനത്തിലായിരുന്നു റമദാനിന്റെ അവസാനത്തെ പെരുന്നാൾ. കഴിഞ്ഞ ജുമുഅ ദിനത്തിലായിരുന്നു. ഈ കഴിഞ്ഞൊരാഴ്ച എല്ലാ ജമാഅത്തും കിട്ടിയവരുണ്ടോ? എല്ലാ റവാത്തിബും നിസ്കരിച്ചവരുണ്ടോ? വിത്തറെങ്കിലും തറാവീഹ് അല്ലെ, വിത്തറെങ്കിലും തറാവീഹിന് പകരം വിത്തറെങ്കിലും നിസ്കരിച്ചവരുണ്ടോ? ഡെയിലി ഒരു ജുസ് ഓതിയതിന് പകരം ഒരു പേജെങ്കിലും ഡെയിലി ഓതിയവരുണ്ടോ? രാവിലെയും വൈകുന്നേരവുമുള്ള അസ്കാറുകൾ ചൊല്ലിയവരുണ്ടോ? ഒരു ചെറിയ നാണയത്തുട്ടെങ്കിലും അല്ലെ അള്ളാന്റെ മാർഗത്തിൽ ചിലവഴിച്ചവരുണ്ടോ? എല്ലാ ദിവസവും നമുക്ക് സംഭാവനകൾ അർപ്പിക്കാനുള്ള അവസരങ്ങളുണ്ട്.
ഒരുപാട് അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നെത്തിയിട്ട് നമ്മൾ ഈ ഒരു 7 ദിവസം റമദാൻ കഴിഞ്ഞിട്ട് എത്ര രൂപ നമ്മൾ അല്ലാഹുവിന്റെ ഭാഗത്ത് കൊടുത്തു ചിന്തിക്കേണ്ടതാണ്. നമുക്കങ്ങനെ ഒരു തുടർച്ച നഷ്ടപ്പെട്ടു പോകുന്നുണ്ടെങ്കിൽ മുൻഗാമികൾ പറഞ്ഞതുപോലെ റമദാനിലെ കർമ്മങ്ങൾ സ്വീകരിച്ചതിന്റെ അടയാളമാണ് തുടർച്ച. റമദാനിലെ കർമ്മങ്ങൾ സ്വീകരിച്ചതിന്റെ അടയാളമാണ് തുടർച്ച. അതുകൊണ്ട് തുടർന്നു പോകണം. നമുക്ക് റമദാൻ കഴിഞ്ഞിട്ടും ഞാൻ ഇങ്ങനെയായല്ലോ എന്ന് സങ്കടപ്പെടണ്ട. അള്ളാഹു ഇപ്പോഴും പൊറുക്കുന്നവനാണ്, കരുണാവാരിധിയാണ്. അള്ളാഹുവിനോളം നമ്മെ സ്നേഹിക്കുന്ന ആരാണ് സുഹൃത്തുക്കളെ ഇവിടെ ഉള്ളത്? ആ റബ്ബിന്റെ സ്നേഹത്തിനെയല്ലേ നമ്മൾ അനുദിനം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? രാവിലും പകലിലും പടച്ച റബ്ബിന്റെ കാരുണ്യത്തിന്റെ ചിറകിന് കീഴിലല്ലേ നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്? ആ പടച്ച റബ്ബിന്റെ വെറുപ്പ് സമ്പാദിച്ച് നമുക്ക് എത്ര കാലം ജീവിക്കാൻ സാധിക്കും? അതുകൊണ്ട് സഹോദരന്മാരെ, ദീനിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും പറ്റണം. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാ പറയാണ്, മാ ഹറമല്ലാഹു അലാ ഇബാദിഹി ശൈഅ ഇല്ലാ അവ്വലഹും ഖൈറൻ മിൻഹു. അല്ലാഹു ഒന്നും നമുക്ക് ഹറാമാക്കിയിട്ടില്ല, അതിനേക്കാൾ നല്ലത് പകരം നൽകിയിട്ടല്ലാതെ. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് ഇങ്ങനെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അമ്പെയ്തിട്ട് എവിടെ പോയി വീഴുന്നു അതിനനുസരിച്ച് അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. അതിന് പകരം അല്ലാഹു ദുആഉൽ ഇസ്തിഖാറ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് നമ്മളോട് തീരുമാനം എടുക്കാൻ വേണ്ടി അല്ലാഹു പറഞ്ഞു. ഹറമർ റിബ വഅവ്വലഹും അൻഹു തിജാറ അർറാബിഹ. അല്ലാഹു പലിശ നിഷിദ്ധമാക്കി, വിജയകരമായ കച്ചവടം അതിന് പകരമായിട്ട് നൽകി. മനസ്സിലായില്ലേ? പലിശ വേണ്ടായിരുന്നു എന്ന വിജയകരമായ നിലക്കുള്ള കച്ചവടങ്ങൾ അല്ലാഹു നമുക്ക് നൽകി. ഹറമ അലൈഹിമുൽ ഹരീർ. അല്ലാഹു പട്ടുവസ്ത്രം നിഷിദ്ധമാക്കി. വഅവ്വലഹും അൻഹു മൻബഅൽ മലാബിസൽ ഫാഖിറ. എന്നാൽ മുന്തിയ തരം വസ്ത്രങ്ങൾ അല്ലാഹു നമുക്ക് നൽകി. വഹറമർ സിന വൽ ലിവാത്ത്. സ്വവർഗരതിയും വ്യഭിചാരവും അല്ലാഹു നമുക്ക് നിഷിദ്ധമാക്കി. വഅദഹും അൻഹാ ബിൻ നിക്കാഹ്. അല്ലാഹു നമുക്ക് അതിനേക്കാൾ സമാധാനവും സന്തോഷവും സുരക്ഷയും ലഭിക്കുന്ന വിവാഹത്തെ പടച്ച റബ്ബ് നമുക്ക് ഹലാലാക്കി. വഹറമ അലൈഹിം ശുറുബൽ ഖംർ. അല്ലാഹു ലഹരി നുകരുന്നതിനെ ഹറാമാക്കി. വഅദഹും അൻഹുൽ അശ്രിബത്തിൽ ലദീദ അൽ മുതനവ്വിഅ. വിവിധങ്ങളായിട്ടുള്ള സ്വാദിഷ്ടമായ പാനീയങ്ങളെ അല്ലാഹു പകരമായിട്ട് നമുക്ക് അനുവദിച്ചു നൽകുന്ന സാഹചര്യമുണ്ടായി. മനുഷ്യന്റെ ഈമാനിനെയും അവന്റെ ദീനിനെയും എല്ലാം തകർക്കുന്ന വിനോദങ്ങളെ അല്ലാഹു നിഷിദ്ധമാക്കിയപ്പോൾ നമുക്ക് സമാധാനവും സന്തോഷവും ലഭിക്കുന്ന ഖുർആൻ പാരായണവും അതിന്റെ കേൾവിയും എല്ലാം പടച്ച റബ്ബ് നമുക്ക് അനുവദനീയമാക്കി. ഒറ്റവാക്കിൽ പറഞ്ഞാൽ എല്ലാ നീചവും നികൃഷ്ടവുമായ കാര്യങ്ങൾ അല്ലാഹു നമുക്ക് നിഷിദ്ധമാക്കിയപ്പോൾ എല്ലാ ത്വയ്യിബാത്തുകളെയും എല്ലാ നല്ലതിനെയും അല്ലാഹു നമുക്ക് ഹലാലാക്കി തന്നിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഹലാലിനെ നുകരാൻ സഹോദരന്മാരെ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുകയും പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി നമ്മുടെ ജീവിതത്തിലെ ഹറാമായ കാര്യങ്ങളെ വെടിഞ്ഞുകൊണ്ട് അല്ലാഹുവിന് വേണ്ടി നമ്മുടെ സാഹചര്യങ്ങളെയും സന്ദർഭങ്ങളെയും അനുകൂലമാക്കി നമ്മളെല്ലാവരും മുന്നോട്ട് പോകാൻ പരിശ്രമിക്കുക. പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ വീഴ്ചകളെല്ലാം അല്ലാഹു വിട്ടുപുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. അവന്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരിൽ അല്ലാഹു നമ്മെ ചേർക്കുമാറാവട്ടെ. അല്ലാഹു നമുക്ക് നൽകിയിട്ടുള്ള എല്ലാറ്റിലും ഖൈറും ബറക്കത്തും നൽകട്ടെ. നമ്മുടെ മക്കളിൽ, നമ്മുടെ ജോലിയിൽ, നമ്മുടെ സമയത്തിൽ, നമ്മുടെ ആരോഗ്യത്തിൽ എല്ലാറ്റിലും അല്ലാഹു ആശ്വാസവും കൺകുളിർമയും നൽകുമാറാവട്ടെ. അല്ലാഹു നല്ലവരായി ജീവിക്കാനും നല്ലവരായിരിക്കെ മരിക്കാനും നല്ല അവസ്ഥയിൽ ഖബറിലും പരലോകത്തും കഴിച്ചുകൂട്ടാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ലോകം യുദ്ധത്തിന്റെയും മറ്റുമെല്ലാം ഭീതിയിലാണ്. അല്ലാഹു ദുരുദ്ദേശങ്ങളെയെല്ലാം തകർത്തെറിയുമാറാവട്ടെ. ലോകത്ത് സമാധാനം അല്ലാഹു പുനഃസ്ഥാപിക്കുമാറാവട്ടെ. നാം ഭയക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അല്ലാഹു ചെറുത്തു തോൽപ്പിക്കുമാറാവട്ടെ. നമ്മുടെ രാജ്യം ഒരു ഇലക്ഷന് മുന്നിൽ വന്നു നിൽക്കുമ്പോൾ ഈ രാജ്യത്തിന്റെ ഭരണഘടനയെയും നാളിതുവരെ കാത്തുസൂക്ഷിച്ച പാരമ്പര്യത്തെയും നിലനിർത്തുന്ന ഭരണകൂടത്തെ അല്ലാഹു രാജ്യത്തിന് തിരിച്ചു നൽകുമാറാവട്ടെ. വ്യത്യസ്ത ആശയക്കാരും മതക്കാരും വർണ്ണക്കാരും ഒരുമിച്ച് ജീവിക്കുന്ന ഈ രാജ്യത്തിന്റെ തനതായ ആ ഒരു സ്വഭാവത്തെ നിലനിർത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രാജ്യത്ത് എല്ലാവർക്കും സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ അവസ്ഥയുണ്ടാക്കുമാറാവട്ടെ. വർഗീയതയും വിധ്വംസകതയും എല്ലാം വിതച്ച് വിവിധങ്ങളായിട്ടുള്ള തന്ത്രങ്ങൾ മെനഞ്ഞ് അധികാരം കൈയാളാൻ വേണ്ടി പരിശ്രമിക്കുന്നവരുടെ തന്ത്രങ്ങളെ അല്ലാഹു പരാജയപ്പെടുത്തുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല കടം കൊണ്ടും മറ്റുമെല്ലാം പ്രയാസപ്പെടുന്നവർക്ക് അതിൽ നിന്ന് മോചനം നൽകുമാറാവട്ടെ. നമ്മൾ വിവിധങ്ങളായിട്ടുള്ള ആഗ്രഹങ്ങളുമായി ജീവിക്കുന്ന ആളുകളുടെ ഹലാലായ ആഗ്രഹങ്ങൾ അല്ലാഹു പൂർത്തീകരിക്കുമാറാവട്ടെ. പ്രായമായവർക്ക് അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ മക്കൾക്ക്, വളർന്നു വരുന്ന യുവാക്കൾക്ക് നല്ല കാഴ്ചപ്പാടും തിരിച്ചറിവും ദീനിന്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെടാനുള്ള തന്റെ ഇടവും പ്രദാനം ചെയ്യുമാറാവട്ടെ. മാറി വരുന്ന എല്ലാ തരത്തിലുള്ള ഹറാമായ നീക്കങ്ങളിൽ നിന്നും
രക്ഷപ്പെട്ട് മുന്നോട്ട് പോകാനുള്ള തൗഫീഖ് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين.